കാടിനുള്ളിലൂടെ ഒരു യാത്ര പോകാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരിടം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അമ്പൂരിയിൽ വന്നിട്ട് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് പോരുമ്പോഴത്തേക്കും ചാക്കപ്പാറ എന്ന് പറയുന്നൊരിടമുണ്ട്. അവിടെ ഞാനൊരു വലിയ കുന്നിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ കുന്നിന് മുകളിൽ ഒരു മൂർത്തിയുണ്ട്, ഒരു കാലഭൈരവ ക്ഷേത്രം. അവിടേക്കൊന്ന് പോയാലോ? ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ തന്നെ അത്യാവശ്യം കിടക്കുന്നുണ്ട്. ഇനി ഒരു 3 കിലോമീറ്ററൂടെ ഇതേപോലെ കുന്നു കയറണം. കയറിപ്പോണ വഴിയിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നതൊക്കെ നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ്. ആ കാണുന്നത് പുരവി മലക്കടവ്, മായം പള്ളി, പിന്നെ ഇവിടുന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പുതിയ അമ്പൂരി പാലം കാണാം. അങ്ങനെ ഒരു ക്യാൻവാസിൽ വരച്ച് വെച്ചതുപോലെ നല്ല ഭംഗിയിൽ ഈ സ്ഥലം ഇങ്ങനെ നിൽക്കാം. കുന്നിങ്ങനെ കയറുമ്പോൾ എത്ര ദൂരം കയറിയെന്നോ എത്ര സമയം പോയെന്നോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവൂല കേട്ടോ. അത്രയും കയറാറുണ്ട്. ഭക്തരത്രയും ഈ ദൂരം മുഴുവൻ താണ്ടി വന്നത് ഈ സന്നിധിയിലേക്ക് എത്താനാണ്. ഇന്ന് കന്നിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രം തുറക്കുന്ന ദിവസമാണ്. അതായത് വർഷത്തിൽ ഒരു ദിവസം ഈ ക്ഷേത്രം തുറക്കും. ഇന്ന് മഹാശിവരാത്രിയാണ്. ഇന്ന് കാലഭൈരവന് മുന്നിൽ പൊങ്കാല. മടങ്ങും മുമ്പ് ഇനിയും കണ്ടു തീർക്കാൻ കാഴ്ചകളേറെയുണ്ട്. അഗസ്ത്യാർകൂടം, പശ്ചിമഘട്ടത്തിന് കാവലാളായി തലയുയർത്തി നിൽക്കുന്ന ഗിരിപർവ്വം, കാലം കാത്തുവെച്ച കാലഭൈരവൻ. ഇവിടെ കാഴ്ചക്കാരില്ല, കാവൽക്കാരേയുള്ളൂ. കുന്നത്തുമലയ്ക്കധിപനായി കാലഭൈരവൻ. നല്ല ചൂടത്ത് ഈ കുന്നൊക്കെ കയറി വന്നതിൻ്റെ ക്ഷീണം ഉണ്ടല്ലോ, ഇവിടെ വന്ന് ഈ കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. കുത്തരിക്കഞ്ഞിയും ചൂട് സാമ്പാറും പുഴുക്കും അതുപോലത്തെ കൊണ്ടാട്ട മുളകും നല്ല പപ്പടവും കണ്ണിമാങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് വയറും മനസ്സും നിറഞ്ഞ് കഴിക്കാനുള്ളത് ഇവിടെ കിട്ടും. കാലഭൈരവനെ കണ്ട് ആഗ്രഹങ്ങളൊക്കെ മുന്നിൽ പറഞ്ഞ് ഞാൻ എൻ്റെ യാത്ര തിരികെ ഇറങ്ങുകയാണ്. ഇനി ഇങ്ങോട്ടൊരു യാത്രയ്ക്ക് വേണ്ടി 1 വർഷം കാത്തിരിക്കേണ്ടി വരും. കാരണം അടുത്ത ശിവരാത്രിക്ക് ഇനി നട തുറക്കും. ഇത്തവണ വരാൻ കഴിയാതെ പോയവർക്കൊക്കെ അടുത്ത തവണ വരാൻ അവസരമുണ്ട്. എല്ലാവരും വരണം. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആവും എല്ലാവർക്കും ഇത്. അപ്പോൾ ഞാൻ തിരികെ ഇറങ്ങുകയാണ്. ഇനിയും ഇതുപോലുള്ള യാത്രകളിൽ കണ്ടുമുട്ടാം.